ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ GGC വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട്, അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച കുട്ടികൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കോളേജിൽ അഡ്മിഷൻ എടുക്കേണ്ട ടൈമിൽ ഹാജരാക്കേണ്ടതെന്നാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ അലോട്ട്മെൻറ്റ് മെമ്മോ സഹിതം അതാത് കോളേജ് നിങ്ങൾക്ക് ഏത് കോളേജ് കിട്ടിയത് അവിടെ നിങ്ങൾ ഒക്ടോബർ 6, 7, 8 തീയതികളിൽ നേരിട്ട് ഹാജരാവേണ്ടതാണ്. ഇനി നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് ഡിസ്കസ് ചെയ്യാം. ഹാജരാക്കേണ്ട ഒറിജിനൽ രേഖകളാണ് അവർ പറയുന്നത്. ഒന്ന്, അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് വേണം, അലോട്ട്മെൻറ്റ് മെമ്മോ വേണം. ഇതൊക്കെ നിങ്ങളുടെ ഹോം പേജിൽ ലോഗിൻ ചെയ്താൽ കിട്ടാവുന്നതാണ്. ഫീസ് അടച്ച രസീത് എന്ന് പറയുന്ന ടോക്കൺ പേയ്മെൻ്റ് ആണ് അവർ പറയുന്നത്. കോളേജിൽ പോവാതിരിക്കാൻ നിങ്ങളൊരു ടോക്കൺ പേയ്മെൻറ്റ് അടച്ചിട്ടുണ്ടാവല്ലോ. അപ്പോൾ ആ ടോക്കൺ പേയ്മെൻറ്റിൻ്റെ പ്രിൻ്റ് ഔട്ടാണ് വേണ്ടത്. ജനന തീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ കേരളൈറ്റ് ആണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റ് എടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ബർത്ത് സർട്ടിഫിക്കറ്റും കൂടെ നിങ്ങൾ കയ്യിൽ കരുതുക. ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, TC വേണം. ഇത് എല്ലാ കുട്ടികളുടെ അടുത്തുണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കോണ്ടാക്റ്റ് സർട്ടിഫിക്കറ്റ് 6 മാസത്തിനുള്ളിൽ ലഭിച്ചതായിരിക്കണം. കണ്ടക്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ സ്വഭാവ സർട്ടിഫിക്കറ്റ് 6 മാസത്തിനുള്ളിൽ ലഭിച്ചതായിരിക്കണം. 6 മാസമാണ് അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിഗ്രി ലെവൽ അതുപോലെ തന്നെ മറ്റു കോഴ്സ് പഠിച്ചൊക്കെ ഈ നഴ്സിംഗ് പഠിക്കാൻ വരുന്നവരുണ്ടായിരിക്കും. അവരെന്ത് ചെയ്യുക, നിങ്ങൾ +2 പഠിച്ച സ്കൂളിൽ പോയിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ്. കോണ്ടാക്റ്റ് സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ചില സ്കൂളിലൊന്നും കൊടുക്കാറില്ല. എന്നാൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റ്, സർട്ടിഫിക്കറ്റ്. യോഗ്യതാ പരീക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾ SSLC, +2 അതുപോലെയുള്ള സർട്ടിഫിക്കറ്റുകൾ, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ തന്നെ ഇത് വേണം. അതുപോലെ തന്നെ കേരളത്തിൽ നിന്നല്ലാത്ത ബോർഡുകൾ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികൾ എഴുതിയവർക്ക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണം. നിങ്ങൾ കേരളത്തിലല്ലാതെ അതായത് നിങ്ങൾ HSC, VHSC എന്നീ നമ്മുടെ +2 നമ്മുടെ കേരളത്തിനകത്ത് പഠിച്ച കുട്ടികളല്ലാത്തവരുണ്ടായിരിക്കും. അവരെന്ത് ചെയ്യാമെന്നെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. പിന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേരളത്തിന് പുറത്ത് പഠിച്ചവർക്കാണ് സാധാരണ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരെ. നിങ്ങൾക്ക് +2 സർട്ടിഫിക്കറ്റ് കൂടെ തന്നെ കിട്ടിയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ മറ്റ് ജില്ലകളിൽ കിട്ടിയ കുട്ടികളുണ്ടായിരിക്കും. നിങ്ങളുടെ സ്വയം ജില്ലയല്ലാതെ മറ്റ് അടുത്തുള്ള ജില്ലയിലൊക്കെ കിട്ടിയവരും മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കയ്യിൽ കരുതി വെക്കുക. പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. ഈ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഗവൺമെൻറ് MBBS അസിസ്റ്റൻറ്റ് സർജൻ്റെ അടുത്ത് നിന്നാണ് നിങ്ങൾക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടാം. അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കാവുന്നതാണ്. പിന്നെ ഹെപ്പറ്റൈറ്റിസ് B വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്. നിങ്ങൾ ഹെപ്പറ്റൈറ്റിസ് B വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്, ഹെപ്പറ്റൈറ്റിസ് B. അല്ലെങ്കിൽ നിങ്ങൾ വാക്സിൻ എടുത്ത ശേഷം നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ്. വരുമാന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഫീ കൺസെഷൻ, അതായത് OEC അതുപോലെ തന്നെ SC, ST അതുപോലുള്ള റിസർവേഷനുള്ള കാറ്റഗറിയുള്ള കുട്ടികളുണ്ടായിരിക്കും. അവർ വരുമാന സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വെക്കണം. എന്നാലും നിങ്ങൾക്ക് ഫീ കൺസെഷൻ കിട്ടുകയുള്ളൂ. പിന്നെ സ്ഥാപന മേധാവി ആവശ്യപ്പെടുന്ന മറ്റ് രേഖകൾ നിങ്ങൾക്ക്, അതായത് കോളേജിൽ വേറെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് അവർ പറയുകയാണെങ്കിൽ നിങ്ങൾ അതും കൂടെ
കയ്യിൽ വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സാണ് നിങ്ങൾ പ്രവേശന ടൈമിൽ കയ്യിൽ കരുതേണ്ടത്. നിങ്ങൾ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങൾ കയ്യിൽ കരുതുക. ഈ ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഇതില്ലാതെ പോയി, ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ലാതെ പോയ നമ്മുടെ അഡ്മിഷന് സീറ്റ് എല്ലാം നഷ്ടമായി പോവും. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് ഈ ഡോക്യുമെൻറ്റ്സ് ഇല്ലെന്ന് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ പ്രവേശന സമയത്ത് അടയ്ക്കേണ്ട ബാക്കി ഫീസ് നിങ്ങൾ ടോക്കൺ ഫീ അടച്ചിട്ടുണ്ടായിരിക്കും. അതിന് പുറമെ കോഴ്സിനും സ്ഥാപനത്തിനും GNM ആണോ ANM ആണോ ബാധകമായുള്ള മറ്റു ഫീസുകൾ പ്രവേശന ടൈമിൽ നിങ്ങൾ അടയ്ക്കണം എന്നുള്ളത് ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിന്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.